ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ എ വേഴ്സസ് ഇന്ത്യ ഡി തമ്മിലുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കുള്ള സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിന്റെ തിരിച്ചുവരവ് തീർത്തും നിരാശയോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അതെ, സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയിരിക്കുന്നു. ദുലീപ് ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരമായിരുന്നു. നമുക്കറിയാലോ, ഇന്ത്യ ഡി ടീമിന്റെ സ്ക്വാഡ് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിന് അവസരമില്ലായിരുന്നു. പിന്നീട് കടുത്ത പരാതികൾക്കൊക്കെ ഒടുവിലാണ് ദുലീപ് ട്രോഫി ടൂർണമെന്റിൽ സഞ്ജു സാംസണിന് ഇന്ത്യ ഡിയുടെ ടീമിൽ അവസരം ലഭിക്കുന്നത്. ഒന്നാം ഇന്നിംഗ്സിൽ 5 റൺസ് മാത്രം എടുത്ത് സഞ്ജു പുറത്തായിരിക്കുന്നു. 6 പന്തുകൾ നേരിട്ടുകൊണ്ട് 4 റൺസിന്റെ ഒരു 4ന്റെ സഹായത്തോടു കൂടിയാണ് സഞ്ജു 5 റൺസ് എടുത്ത് പുറത്തായത്. ശ്രേയസ് അയ്യർ, നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യ ഡി ടീമിന്റെ ക്യാപ്റ്റനാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ തിരിച്ചുകൊണ്ട് വമ്പൻ ആറ്റിറ്റ്യൂഡിലായിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു റണ്ണ് പോലും എടുക്കാതെ ഡെക്കിലാണ് ക്യാപ്റ്റൻ മടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് ട്രോളുകളൊക്കെ, രസകരമായിട്ട് ട്രോളുകളൊക്കെ നമുക്ക് എക്സിലും മറ്റുമൊക്കെ ഇതിനെക്കുറിച്ച് കാണാൻ കഴിയും. ഏതായാലും രണ്ടാം ദിനം ലഞ്ച് ബ്രേക്കിന് പിരിയുമ്പോൾ 27 ഓവർ പൂർത്തിയായപ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഡി തകർച്ച നേരിടുകയായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ദേവദത്ത് പടിക്കലിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. ബാറ്റിംഗ് തകർച്ച നേരിടുന്നതിനിടെ 5ാമനായിക്കൊണ്ടായിരുന്നു സഞ്ജു സാംസൺ ക്രീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ടീമിനെ കരകയറ്റാനുള്ള ഒരു അവസരം തന്നെയായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിന് ഒട്ടും മുതലെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു നിരാശാജനകമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. സഞ്ജുവിന് ഇന്നത്തെ ഇന്നിംഗ്സിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം ദിനത്തിൽ ഓപ്പണർ യാഷ് ദുബെ പുറത്തായതിനു ശേഷം ക്രീസിലേക്ക് എത്തുകയായിരുന്നു സഞ്ജു സാംസൺ. ഫാസ്റ്റ് ബോളർ ആക്കിബ് ഖാന്റെ പന്തിൽ ബൗണ്ടറി നേടിക്കൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ആക്കിബ് തിരിച്ചടിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. മറ്റൊരു ഷോട്ട് ഡെലിവറി, അത് സാംസണിനെ തെറ്റായിട്ടുള്ള ഒരു പുൾ ഷോട്ടിലേക്ക് നയിക്കുകയായിരുന്നു. അതിന്റെ ഫലമായി കൊണ്ട് മിഡ് ഓണിൽ പ്രസിദ്ധ് കൃഷ്ണയുടെ ക്യാച്ച്. സഞ്ജുവിന്റെ ഇന്നിംഗ്സ് ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവദത്ത് പടിക്കൽ അദ്ദേഹത്തെ ലോൺ വാരിയർ എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അത്തരത്തിലൊരു മാസ്മരിക പ്രകടനം തന്നെയാണ് ദേവദത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.